എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്തൊക്കെ ഇറങ്ങിക്കൂടാ, എന്തൊരു ചൂടാണേ. ഈ മുസ്ലിംസൊക്കെ നോമ്പ് പിടിച്ചിട്ട് എങ്ങനെയാണ് അവർ ഈ ഒരു മാസം വരെ നോമ്പ് പിടിച്ചെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അതിന് ശേഷം വെയിലൊക്കെ ആറണമെങ്കിൽ 5 മണി 5:30 ആവണം. ആ വെയിലിൻ്റെ ചൂടൊന്ന് കുറയണമെങ്കിൽ എന്ത് ചൂടാണ് എൻ്റെ അമ്മോ. എല്ലാവർക്കും അതെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. ഇനി ചൂട് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇനി 2 മാസം കൂടി കഴിച്ചുവിട്ട് ഏപ്രിൽ മെയ്യൊക്കെ പിള്ളേർക്ക് പരീക്ഷയും വേനൽ ചൂടും എലക്ഷൻ എല്ലാം കൂടി വരുന്നുണ്ട്. ഇനി വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് വരും. തോടുകളൊക്കെ വറ്റി കിണറിലെ വെള്ളമൊക്കെ എത്രയാ ഇറങ്ങിപ്പോയേക്കാണ്. പിന്നെ എന്താ പിള്ളേർ പരീക്ഷയ്ക്കൊക്കെ പോണ പിള്ളേരെ ഒരു കഷ്ടത ആലോചിക്കണം. എന്ത് ചൂടാണേ, സഹിക്കാൻ പറ്റുന്നില്ലേ ചൂട്. നമുക്ക് ഇങ്ങനെ ചൂടുണ്ടെങ്കിൽ പുറം രാജ്യത്തുള്ളവരൊക്കെ എങ്ങനെയാണ് സഹിച്ച് നിൽക്കണേ. അവരൊക്കെ ഒരു കഷ്ടപ്പാട്. ഇപ്പോൾ യുദ്ധങ്ങളും ഓരോന്നും കേൾക്കുമ്പോഴൊക്കെ നമ്മൾ നാട്ടിലിരിക്കുന്നവർക്ക് ഈ ചൂടിൻ്റെ കഷ്ടപ്പാട് മാത്രമല്ല, അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പോയവരും അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊരു കഷ്ടതയല്ലേ. നമുക്കിപ്പോൾ എത്രയോ സുഖമാണെന്ന് ഞാൻ വിചാരിക്കണം. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലെങ്കിലും ഇരിക്കാമല്ലോ. ഈ പുറത്തൊക്കെ ഇറങ്ങി ജോലി ചെയ്യാൻ കഴിയാത്ത എത്രയോ പ്രവാസികളുണ്ട്. അവിടെയൊക്കെ പ്രവാസികൾ തന്നെയല്ല, ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ തന്നെ, അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക. വേറെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഉത്സവങ്ങളായി, വെയിൽ, ചൂട്, ഓരോ കുട്ടികളുടെ പരീക്ഷ കഴിയുന്നവരെ അവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെ. ഈ ചൂടിൽ നിന്നൊക്കെ അങ്ങനെ പിള്ളേർ പോയി വരിക എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നും ഇത്ര ചൂടുണ്ടായിരുന്നില്ല. ചൂടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഈ കാലാവസ്ഥ ഒന്നും അല്ലായിരുന്നു അന്നൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒരു തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോണ വഴിയിലൊക്കെ മരങ്ങളുണ്ടായിരുന്നു, തണലുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെല്ലാ പറമ്പുകളും ഒക്കെ ഇതാക്കി വീടുകളായില്ലേ. മരങ്ങൾക്ക് സ്ഥലങ്ങളില്ലല്ലോ. ഇപ്പോൾ വയലൊക്കെ വീടുകളായി, പറമ്പായ പറമ്പൊക്കെ വീടുകൾ വന്നു. അപ്പോൾ റോഡരികിലും മരങ്ങളോ വീടുകളിലെ മരങ്ങളോ തണലോ ഒന്നുമില്ലല്ലോ. എന്തായാലും അന്നൊക്കെ നമ്മൾ പഠിച്ച് വരുമ്പോഴൊക്കെ ഒരു സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അഥവാ ഉച്ചയ്ക്കൊക്കെ സ്കൂൾ വിട്ട് വരുമെങ്കിൽ ഒരു മരത്തിൻ്റെ തണലൊക്കെ പറ്റി നമുക്ക് നടക്കാൻ പറ്റിയായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ പിള്ളേർക്കും അതിൻ്റെ ആവശ്യമില്ല. കുറേ ആൾക്കാർ സ്കൂൾ ബസ്സിന് പോവും, കുറേ ആൾക്കാർ സ്വന്തം സൈക്കിളിന് പോവും, അല്ലെങ്കിൽ അമ്മയും അച്ഛനൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. വണ്ടികളുണ്ടല്ലോ. ഇപ്പോൾ പിള്ളേർക്ക് അതിനുള്ള സൗകര്യങ്ങളായി. പിന്നെ സ്കൂൾ ബസ്സുകളായി. അന്നൊന്നും സ്കൂൾ ബസ്സുകളില്ലല്ലോ. എത്രയോ വഴി നടന്ന് പോകാനുള്ളവരൊക്കെ നടന്ന് പോയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും ആവശ്യമില്ലല്ലോ എല്ലാവർക്കും. സ്കൂളുകളാണെങ്കിലും സ്കൂളുകൾക്ക് ബസ്സുകൾ, വീടുകളിലാണെങ്കിൽ വീടുകളിൽ അതിനുള്ള വാഹനങ്ങളും സൗകര്യങ്ങളും. പിന്നെ ഇപ്പോൾ വെയിൽ കൊള്ളേണ്ട കാര്യമൊന്നും കുട്ടികൾക്കില്ല. എന്നാലും അത്രയും എല്ലാ സൗകര്യങ്ങളും കൂടി ഉള്ളവരുണ്ടാവില്ലല്ലോ. കുറച്ച് പേരൊക്കെ ബുദ്ധിമുട്ടി പോണ പിള്ളേരുകളുണ്ട്. ഒക്കെ ഇതിനൊക്കെ ഒരു മഴ പെയ്താൽ എന്താവും, നല്ലൊരു പ്രളയം വരും ചിലപ്പോൾ ഈ മഴയ്ക്ക്, അല്ല ഈ വെയിലിന്. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. അപ്പോൾ കുറേ ഈ വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ.